സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയർ നടത്തിയ ദേശീയ ഇലക്ട്രിക് ഫോർ വീലർ വാഹന രൂപകൽപ്പന മത്സരത്തിൽ ദക്ഷിണ മേഖലയിൽ നിന്ന് ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. ഓവറോൾ മികവിന്റെ അടിസ്ഥാനത്തിലാണ് നേട്ടം. നമ്മുടെ കോളേജിൽ എസ് ഐ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് അതിൻ്റെ കോളേജിയേറ്റ് ക്ലബ്ബ് തുടങ്ങുന്നത് ഈ കഴിഞ്ഞ 2022 നവംബർ 28 ആയിരുന്നു. 2 വർഷം തന്നെ ആവുന്നതേ ഉള്ളൂ. അതിനോടകം നമുക്ക് ഫോം ചെയ്തപ്പോൾ തൊട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. ഫസ്റ്റ് നമ്മുടെ ഒരു നാഷണൽ ലെവൽ ഇവൻറ്റ് നമ്മൾ കോമ്പറ്റീഷൻ ഇറങ്ങിയത് ഇലക്ട്രിക് 2 വീലർ ആയിരുന്നു. പ്രവേഗ് എന്നാണ് വെഹിക്കിളിൻ്റെ പേര്. അതാണ് തന്നെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതിന് നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് 2 ഉണ്ട്. ഫോർ ദ ബെസ്റ്റ് എൻഡുറൻസിന് AR2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഫസ്റ്റ് ഇവൻറ്റിൽ തന്നെ പോയിട്ട് നമുക്കൊരു പ്രൈസ് കിട്ടിയത് ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ് ഫോർ ഓൾ ദ അതർ മെമ്പേഴ്സ്. ആൻഡ് അതിനുശേഷം നമ്മൾ പിന്നീടുള്ള ഓരോ 4th എഡിഷൻ ആയിരുന്നു നമ്മൾ ആദ്യം പോയത്. അതിനുശേഷം 5th എഡിഷൻ വന്നു. 6th ഇതിപ്പോൾ 2 ടീം പോകാൻ നിൽക്കുകയാണ്. 5th എഡിഷനിലാണെങ്കിലും നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് 8 ഓവറോൾ കാറ്റഗറിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് 24, 25 തീയതികളിൽ തഞ്ചാവൂർ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഫൈനൽ മത്സരം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 8 ടീമുകളാണ് മത്സരത്തിൽ ഉണ്ടായിരുന്നത്. ശ്രീകൃഷ്ണ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കോയമ്പത്തൂരാണ് ഈ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത്. തഞ്ചാവൂർ ശാസ്ത്ര യൂണിവേഴ്സിറ്റി വെച്ചാണ് ഫൈനൽ ഇവന്റ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് പരിശ്രമം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 വർഷത്തോളം ഈ ഒരു വണ്ടിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആദ്യം രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഫെബ്രുവരിയിലാണ് ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ കിട്ടി. ഇതിൻ്റെ ഡിസൈനിങ് എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു വർക്ക്ഷോപ്പ് എന്ന നിലയിൽ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ വർക്ക്ഷോപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ റെഡിയാക്കിയത്. പിന്നെ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഏകദേശം 6 മാസത്തോളം എടുത്തു ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് വണ്ടി കൊണ്ടുവരാനായിട്ട്. വിദ്യാർത്ഥികൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച സ്റ്റെല്ലർ G1 എന്ന ഇലക്ട്രിക്കൽ 4 വാഹനമാണ് മത്സരത്തിന് ഉപയോഗിച്ചത്. ഇത് ഞങ്ങളുടെ കോളേജിൽ SI എന്ന് പറഞ്ഞ ഒരു ക്ലബിൻ്റെ ഒരു കോമ്പറ്റീഷന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വണ്ടിയായിരുന്നു. ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് അതിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തഞ്ചാവൂർ വെച്ചായിരുന്നു ഇതിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അതിൽ ഓവറോൾ വിഭാഗത്തിൽ 2ാം സ്ഥാനം ഞങ്ങൾക്ക് ഈ വണ്ടിക്ക് കിട്ടുകയുണ്ടായി. ഞങ്ങളിതിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്രമല്ലാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള കുട്ടികളെയും കൂടി കൂട്ടിച്ചേർത്തിട്ടായിരുന്നു ഈ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ മെക്കാനിക്കലിൽ നിന്ന് പകുതി പേര്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടിച്ചേർന്ന് ഉണ്ടാക്കിയ ഒരു വണ്ടിയാണിത്. മറ്റു വണ്ടികളും ഞങ്ങളുടെ കോളേജിൽ മറ്റു പല കോമ്പറ്റീഷനുകൾക്കും വേണ്ടിയിട്ടും ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് വളരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചീവ്മെൻ്റാണ് ഞങ്ങളുടെ ഇത്. ബ്രേക്ക് ടെസ്റ്റ്, ഹംപ് ടെസ്റ്റ്, മാനുവറലബിലിറ്റി ടെസ്റ്റ് തുടങ്ങി 5 പരീക്ഷണ ഘട്ടങ്ങൾ താണ്ടിയാണ് ടീം മുന്നേറിയത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേധാവി പ്രൊഫസർ ഡോക്ടർ PA അബ്ദുൾ സമദ്, പ്രൊഫസർ MS നവനീത്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മേധാവി പ്രൊഫസർ ഹരിഹരൻ, പ്രൊഫസർ വിനീത ചെല്ലപ്പൻ, പ്രൊഫസർ EY മുഹമ്മദ് ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ SI എന്ന് പറയുന്നത് ഒരു വാഹനത്തോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഇൻട്രസ്റ്റ് എന്നുള്ളതിലുപരി ഒരു ഡിസൈനിങ്, ഇതൊരു എഞ്ചിനീയറിംഗ് കോളേജ് ആയ സ്ഥിതിക്ക് എങ്ങനെയാണ് നമ്മളൊരു വാഹനം ശരിയായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യുക, അതിൻ്റെ ഏറ്റവും ബേസ് മുതൽ ചിത്രം വരയ്ക്കുന്ന മുതൽ നമ്മളതിൻ്റെ സ്കെച്ച് വരച്ച് അത് അനലൈസ് ചെയ്തിട്ട് ഇതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് SI ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനം ചിലപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഞങ്ങൾ ഇതിലും നല്ല വാഹനം കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ BTech ഒരു 10-20 വയസ്സുള്ള കുട്ടികൾ ഈ BTech ഇവിടുന്ന് പഠിച്ചതിന് ശേഷം അവരുടെ പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു മത്സരമാണിത്. അപ്പോൾ അതിൻ്റെ ഒരു നേർസാക്ഷിയാണിത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വിവിധമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കോളേജുകളിൽ നിന്നും വന്ന കുട്ടികളോട് ഇതിൻ്റെ ഓരോ പരീക്ഷണഘട്ടങ്ങളും താണ്ടിയാണ് 5ഓളം പരീക്ഷണഘട്ടങ്ങളിൽ വിവിധ പരീക്ഷണഘട്ടങ്ങൾ താണ്ടിയിട്ടാണ് ഇപ്പോൾ ബ്രേക്ക് ടെസ്റ്റ്, മാനുവബിലിറ്റി ടെസ്റ്റ്, ഇത് ഓടുന്ന സമയത്ത് എത്രത്തോളം ഇതിന് ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഇതായിട്ടാണ് ഇവർക്ക് ഈ സമ്മാനം എടുത്തത്. മെക്കാനിക്കൽ ബ്രാഞ്ചിൽ നിന്നും 15 വിദ്യാർത്ഥികളും ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലെ 10 വിദ്യാർത്ഥികളുമാണ് പങ്കെടുത്തത്. വിദ്യാർത്ഥികളുടെ വാഹനങ്ങളിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്ന കൂട്ടായ്മയാണ് സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയർ. ഇതാണ് നമ്മുടെ ഹെഡ് ലാമ്പിനുള്ള സ്വിച്ച് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഡ്രൈവ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ ന്യൂട്രൽ, ഡ്രൈവ്, റിവേഴ്സ് എന്ന് 3 മോഡുകളാണുള്ളത്. ഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനും റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നോട്ട് എടുക്കാനുമാണ്. അതുപോലെ തന്നെ ഇതാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 3 ബാറ്ററികൾ വരെ അക്കോമഡേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ മറ്റൊന്നുള്ള പോലെ നമുക്ക് മാറ്റി നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ കണക്ഷൻ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെ
വണ്ടിയിൽ ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് ഷോർട്ട് ആവുക അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു MCB കൊടുത്തിട്ടുണ്ട്. ഇത് എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ആ MCB ബ്രേക്കായിട്ട് ആ ഒരു എൻറ്റയർ പവർ സപ്ലൈ നമുക്ക് കട്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന് സേഫ്റ്റി ഭാഗത്തിൽ ഒരു ഇഷ്യൂ വരാൻ വരുന്നില്ല. കഴിഞ്ഞ വർഷം സൈക്കിൾ രൂപകൽപ്പനയിൽ കോളേജ് 1ാം സ്ഥാനം നേടിയിരുന്നു. ഹൈഡ്രജനിൽ ഉപയോഗിക്കുന്ന വാഹനം നിർമ്മിക്കുക എന്നതാണ് അടുത്ത പ്രധാന ലക്ഷ്യമെന്ന് കോളേജ് വിദ്യാർത്ഥികളായ രാകേഷ്, ശ്രീകുട്ടൻ, സോണൽ, മീര, അനുരഞ്ജ്, അനന്തു, സനൽ എന്നിവർ പറഞ്ഞു. CCN കടമ്പഴിപ്പുറം.